എൻ്റെ പേര് ദേവിക. വേങ്ങേരി നുബസാറാണ് താമസിക്കുന്നത്. എന്നെ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വീടൊരു ഹരിതഭവനമാണ്. ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പം എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ എത്തിച്ചേർന്ന നിറവ് ബാബു മാമൻ ഹരിതഭവനത്തെ പറ്റിയുള്ളൊരു ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ അച്ഛനെയും കൂട്ടി നിറവ് ബാബു മാമൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ വീട് ഹരിതഭവനമാക്കാൻ തീരുമാനിച്ചു. എൻ്റെ വീട്ടിലെ അജൈവ മാലിന്യങ്ങളെല്ലാം വെവ്വേറെ തരം തിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാനുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് നൽകാനുള്ള 60 രൂപ ഞാൻ ദിവസവും അച്ഛൻ്റെ അടുത്ത് നിന്ന് 2 രൂപ വാങ്ങിയിട്ട് ഞാൻ കുഞ്ചിയിലിടും. ഹരിതകർമ്മസേന എൻ്റെ വീട്ടിലെ വേസ്റ്റ് എടുക്കാൻ വരുമ്പം അവർക്ക് ഈ 60 രൂപ എടുത്ത് ഞാൻ കൊടുക്കും. എനിക്ക് നിറവ് ബാബു മാമൻ സമ്മാനമായി നൽകിയ റിംഗ് കമ്പോസ്റ്റിലാണ് ഞാൻ ജൈവ മാലിന്യങ്ങൾ ഇടാറുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ഭാഗമായ ഭക്ഷണം വെക്കാറുള്ളൂ. ബാക്കി വരുന്ന കുറച്ച് ഭക്ഷണ ആവശ്യങ്ങൾ ഞങ്ങൾ ഈ 1ാമത്തെ റിംഗ് കമ്പോസ്റ്റിൽ ഇടും. 1ാമത്തത് നടന്നു കഴിഞ്ഞാൽ ഞാൻ 2ാമത്തെ റിംഗ് കമ്പോസ്റ്റിലേക്ക് ഇടും. അപ്പോൾ 1ാമത്തത് എന്തായി മാറും? നല്ല വളമായി മാറും. അത് ഞങ്ങളെ ചെടിക്കും വഴിക്കും ഒക്കെ ഇട്ട് കൊടുക്കും. എൻ്റെ പറമ്പിൽ വീഴുന്ന എല്ലാ ഇലകളും ഞാൻ എൻ്റെ പറമ്പിൽ ഉണ്ടാക്കിയ ഒരു പെട്ടിയിലിടും. അതൊരു മഴയും വെയിലും കൊണ്ട് കഴിയുമ്പം പൊടിയായി മാറും. അത് ഞങ്ങളെ ചെടിക്കും വഴിക്കും ഒക്കെ ഉപയോഗിക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാറില്ല. അച്ഛന് കർട്ടൻ അടിക്കുന്ന പണിയാണ്. അച്ഛൻ അടിച്ചു തരുന്ന തുണിസഞ്ചിയെ ഉപയോഗിക്കാറുള്ളൂ. കൂടാതെ 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി 447 വൃക്ഷത്തൈകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പ്രയത്നത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രൊഫസർ ടി ശോഭീന്ദ്ര മാസ്റ്റർ. അദ്ദേഹത്തെ ഞാൻ ഇവിടെ സ്മരിക്കുന്നു. പിന്നെ എനിക്കൊരു കവിതയും കൂടി പാടാനുണ്ട്. ഒരു ഇല എത്ര പ്രാണവായു നൽകും, ഒരു മരം എത്ര ഓക്സിജൻ നൽകും. 10ഓളം ഇലകൾ ഒരു തൈക്ക് നടുന്ന മാത്ര, ഒരു വർഷം വളരുമ്പോൾ 100ഓളം ഇലകൾ. വർഷങ്ങൾ കൊഴിയുമ്പോൾ 1000 ഇലകൾ. വീടിന് ചുറ്റും മരങ്ങൾ വേണം, സ്കൂളിന് ചുറ്റും പ്രാണവായു വേണം. റോഡിന് ഇരുവശവും മരങ്ങൾ വേണം, തണലിനായി തണുപ്പിനായി ജീവവായുവിനായി. നാടിന് ചുറ്റും മരങ്ങൾ വേണം, വൃക്ഷനിബിഡമാം വനങ്ങൾ വേണം. വനങ്ങൾ നമുക്ക് മഴയേകുന്നു, ഉറവകളും കുടിവെള്ളമായി നനവെള്ളമായി. മരങ്ങൾ നമുക്ക് അന്നമേകുന്നു, ജീവനേകുന്നു, ജീവിതമേകുന്നു. ഞാനിപ്പോൾ ഇവിടെ പാടിയ കവിത എനിക്ക് ശോഭീന്ദ്ര മാഷിൻ്റെ കൈപ്പടയിൽ എഴുതി തന്ന ഒരു കവിതയാണ് ഞാൻ